ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം തുടരുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം. രാഹുലിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത പ്രോസിക്യൂഷൻ നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന് രാഹുൽ മാങ്കുടത്തിൽ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു രാഹുൽ മാങ്കുടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു രാഹുൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോഴും വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. രാഹുൽ സഹകരിക്കുന്നില്ലെന്നായിരുന്നു പക്ഷേ പ്രോസിക്യൂഷന്റെ മറുപടി. ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട്, കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിഭാഗം പറഞ്ഞത്. അതേസമയം കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കാമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാഹുലിനെതിരെ ഗുരുതരമായ അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറയുന്നത്. രാഹുലിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ബലാത്സംഗം നടന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു. ശേഷം നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയത് അശാസ്ത്രീയമായാണ് എന്നുകൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കോടതിയിൽ വാദിക്കുന്നു. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചു, അതിജീവിതയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് രാഹുൽ തള്ളിവിട്ടു എന്നുകൂടി പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ ഇപ്പോൾ രാഹുൽ പറഞ്ഞു വെക്കുമ്പോൾ നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നത്. രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ പറയുന്നത്. രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പരാതിക്കാരി ചാറ്റുകളും കോളുകളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് രാഹുലിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. അതായത് ഈ രാഹുൽ ഉള്ള പ്രതിരോധം നടത്തുന്നത് ഇത്തരത്തിൽ തങ്ങൾ തമ്മിൽ ഒരിക്കലും ബലാത്സംഗമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് എന്നുള്ളതാണ് ഈ അഭിഭാഷകൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ പരാതികൾക്കും കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ അതിജീവിത ഗർഭിണിയായിരുന്നപ്പോൾ പോലും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ശേഷം നിർബന്ധിതമായി ഗർഭഛിദ്രം നടത്തി. ഇത് ഗർഭഛിദ്രം നടത്തിയത് അശാസ്ത്രീയമായി എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചു, കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ തള്ളിവിട്ടു എന്നുകൂടി കോടതിയിൽ ഇപ്പോൾ പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ. ഏതായാലും വാദം ഇപ്പോഴും തുടരുകയാണ്. തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഏതായാലും കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ എന്താകും, ഒരു അനുകൂലമായ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ശക്തമായ ഭാഷയിൽ തന്നെ ഇപ്പോൾ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ്. അതേസമയം കോടതി പറയുന്ന എന്ത് നിബന്ധനയും കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനുവദിക്കരുത്, മുൻകൂർ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. കോടതിയിൽ ഇപ്പോൾ വാദം തുടരുകയാണ്. കേസിൽ രാഹുൽ മാങ്കൂടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം തുടരുകയാണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുന്നത്. മാങ്കൂടത്തിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുകയുണ്ടായി. നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ് രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നത്. ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിഭാഗം പറയുന്നത്. കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നതാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പരാതിക്കാരി ചാറ്റുകളും കോളുകളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ
രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ രാഹുലിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ബലാത്സംഗം നടന്നതിന് തെളിവുകളുണ്ട്. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തുവെന്നതടക്കമുള്ള ഗുരുതരമായ വാദങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. ശേഷം നിർബന്ധിത ഗർഭചിത്രം നടത്തിയത് അശാസ്ത്രീയമായി ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചു. അതിജീവിതയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് രാഹുൽ മാങ്കുടത്തിൽ തള്ളിവിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. രാഹുൽ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു തെളിവുകളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കുടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ തുടരുകയാണ്. ഇത് സംബന്ധിച്ച കോടതിയിൽ വാദം തുടരുകയാണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുന്നത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.